Hi everyone, once again welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ വലിയ സന്തോഷമാകും. ഞാൻ സാധാരണ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, പക്ഷെ നമ്മുടെ വീഡിയോസ് കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് വലിയൊരു സപ്പോർട്ടും നമുക്ക് വലിയൊരു ശക്തിയുമാകും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ കീമിന്റെയും നീറ്റിന്റെയും ജെയുടെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കീം എക്സാം എഴുതി കഴിയുമ്പോൾ എല്ലാവരുടെയും വലിയൊരു കൺസേൺ ആണ്, ഞാൻ ഏത് കോളേജിൽ പഠിക്കണം, ഞാൻ ഏത് ബ്രാഞ്ച് പഠിക്കണം, ഏത് കോളേജിൽ പഠിച്ചാലാണ് എന്റെ ഫ്യൂച്ചർ കുറച്ചുകൂടെ സെറ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കോളേജിന്റെ റാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ എടുക്കാം. ഡിപ്പെൻസ് ഓൺ കോളേജിന്റെ ലെഗസി വെച്ചിട്ട് പറയാം, ഡിപ്പെൻസ് ഓൺ അവിടുത്തെ അഡ്മിഷൻ ക്രൈറ്റീരിയ, ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് ഏത് കോളേജിൽ കിട്ടുന്നു അങ്ങനെ പറയാം. ഡിപ്പെൻസ് ഓൺ NIRF റാങ്കിങ് വെച്ചിട്ട് പറയാം. ഡിപ്പെൻസ് ഓൺ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫാക്കൽറ്റീസിന്റെ ക്വാളിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഉറപ്പായിട്ടും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പ്ലേസ്മെന്റ്. ഒരു കോളേജിന് എത്ര ക്യാമ്പസ് ഇന്റർവ്യൂ, ഏതൊക്കെ കമ്പനികൾ അവിടെ വരുന്നു, അവിടെ കിട്ടുന്ന പാക്കേജുകൾ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രാഞ്ച് മാറുന്നതിനനുസരിച്ചും കോളേജുകളുടെ ക്വാളിറ്റിയും റാങ്കിങ്ങും ഒക്കെ മാറാറുണ്ട്. എന്നാലും കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിൽ നമ്മുടെ കീം എഴുതി പോയ കുട്ടികൾ അവർ കൊടുത്ത പ്രയോറിറ്റി വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന്, ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈ NIRF റാങ്കിങ്. 2015 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു റാങ്കിങ് ആണ്. ഈ NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 100-നകത്ത്, ആദ്യത്തെ 100ഓട് ചേർന്ന് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു 3ഓ 4ഓ കോളേജാണ് ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ളത്. ഫസ്റ്റ് വൺ NIT കാലിക്കറ്റ് 25th പൊസിഷനിലാണുള്ളത്. 4 കോളേജ് വരുന്നുണ്ട്, 25th പൊസിഷനിലാണ്. സെക്കൻഡ് വൺ വരുന്നത് IIST. NIT കാലിക്കറ്റ് നിങ്ങൾക്കറിയാം 25th റാങ്കിങ് ആണ്. NIT അറിയാം, അത് കീമുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ്, 51ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുകയാണ്. NIF റാങ്കിങ്ങിൽ NIRF, തെറ്റിപ്പോരുത്, NIRF റാങ്കിങ്. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് IITക്ക് 64ാമത്തെ പൊസിഷൻ ഉണ്ട്. ആൻഡ് ഒരു കീം എക്സാം എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്ന ക്യാമ്പസ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്. ഞാനും ഇവിടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അതിനുള്ള റാങ്ക് ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ലെഗസി തരുന്ന, വല്ലാത്തൊരു ഫീൽ തരുന്ന കാര്യമാണ്. എൻ്റെ കുറെ സുഹൃത്തുക്കൾ അവിടെ പഠിച്ചവരുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോൾ സത്യമായിട്ട് ഒബ്വിയസ്ലി ഭയങ്കര കൊതി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. വളരെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ്, ഒരു കോളേജാണ് നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET എന്ന് നമ്മൾ വിളിക്കും. റാങ്കിങ്ങിൽ 100-നും 150-നും ഇൻ ബിറ്റ്വീൻ ആണ് NIRF റാങ്കിങ്ങിൽ അത് മിക്കവാറും വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് NIRF റാങ്കിങ്ങിൽ വരുന്ന മറ്റൊരു കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരാണ്. ബാക്കി കോളേജുകളൊക്കെ അത്രയും അടുത്ത റാങ്കിങ്ങിലൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല. ബട്ട് സ്റ്റിൽ ചിലവരൊക്കെ ഇതിൽ മത്സരിക്കുന്നുണ്ട്, ഇതിലുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഈ കോളേജുകളാണ്. ഓക്കെ, നമുക്ക് NIRF റാങ്കിങ്ങിലൊക്കെ കൂടെ. ഇനി അടുത്തതാണ് വിച്ച് കോളേജ് ഈസ് ബെസ്റ്റ്. അതാ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. അത് നമുക്ക് ഫൈനൽ ഇയർ റിസൾട്ട് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം, പ്ലേസ്മെന്റ് വെച്ചിട്ട് പറയാം, ക്വാളിഫിക്കേഷൻ ഓഫ് ഫാക്കൽറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. അലൂമിനീസിന്റെ സപ്പോർട്ട് ഒക്കെ വെച്ചിട്ട് പറയാം. പക്ഷെ ഞാൻ റൈറ്റ് നൗ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കുട്ടികളുടെ മത്സര പരീക്ഷയുടെ റാങ്ക് വെച്ചിട്ട് ആ റാങ്കിൽ അവർ കൊടുത്ത പ്രയോറിറ്റീസ് ആണ്. ഇവിടെ ഞാൻ കോളേജുകളുടെ ഏറ്റവും വലിയ ഫീച്ചേഴ്സുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആധികാരികമായി കാര്യങ്ങൾ പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കീം എഴുതുന്ന ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്തിന്റെ ഏറ്റവും വലിയ അക്കാഡമിക്സ്, അവരുടെ അക്കാഡമിക്സ് അടിപൊളിയാണ്. അതുപോലെ ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റീസ് ഉണ്ട്. കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ് ഉറപ്പായിട്ടും, ഒബ്വിയസ്ലി. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് സ്ട്രോങ് പ്ലേസ്മെന്റ് റെക്കോർഡ്. അടിപൊളി കമ്പനികളാണ് ഈ ക്യാമ്പസിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഭേദപ്പെട്ട റാങ്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോളേജ് ആയിരിക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. പിന്നെ അതുപോലെ ഇവരുടെ അലൂമിനി സപ്പോർട്ട് അടിപൊളിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഇൻ ഫ്യൂച്ചറിൽ
വേറെ ലെവൽ ലൈഫിൽ സക്സസ്ഫുൾ ലൈഫിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് എന്നല്ല, ആദ്യത്തെ ഈ 10 എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലെഗസിയാണ്. അവിടെ ഒരുപാട് സിവിൽ സർവീസ് ഓഫീസേഴ്സ് ഉണ്ടാവാം, ഒരുപാട് ഗവൺമെന്റ് സെക്ടറിൽ അടിപൊളി ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരുണ്ടാവാം, ബിസിനസ്മാൻമാരുണ്ടാവാം. അപ്പം അവരുടെ ഒരു സപ്പോർട്ട്, അലൂമിനിയുടെ സപ്പോർട്ട് ഈ കോളേജിൽ അല്ലെങ്കിൽ ആ കോളേജിൽ പഠിച്ചവർക്ക് പോലും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. നിങ്ങൾക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാവുന്ന ഒരു കോളേജാണ്. സെക്കൻഡ് വൺ ഒബ്വിയസ്ലി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. ആക്ച്വലി ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സെക്കൻഡ് പൊസിഷനിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് വേറെ കോളേജായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പഠിച്ച കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ടോപ്പ് 10-നകത്ത് എനിക്ക് തോന്നുന്നു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ 7th പൊസിഷനിലോ മറ്റോ ഞാൻ പഠിച്ച കോളേജ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മാറി മറിയും. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന മറ്റൊരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോളേജാണ്. നല്ല ക്യാമ്പസ് ആണ്. എനിക്ക് തോന്നുന്നു 10-65-70 ഏക്കറിൽ വിസ്താരത്തിലുള്ള ഒരു ക്യാമ്പസ് ഒക്കെയാണ്. നല്ല ക്യാമ്പസാണ്. ഞാൻ കോളേജ് കണ്ടിട്ടുള്ളതാണ്. അടിപൊളി ക്യാമ്പസാണ്. ഒബ്വിയസ്ലി 3rd പൊസിഷനിൽ TKM കൊല്ലം, നമുക്കറിയാം തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്. എൻ്റെ മൂത്ത ബ്രദർ പഠിച്ച കോളേജാണ്. എൻ്റെ മൂത്ത ചേട്ടൻ ഈ കോളേജിലാണ് പഠിച്ചത്. അപ്പം ഒരുപാട് ആ ക്യാമ്പസിൽ ഞാൻ പലതവണ പോയിട്ടുള്ളതാണ്. നല്ല ക്യാമ്പസാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കോളേജാണ്. 1958 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉണ്ട്. അതുപോലെ NBA NAC അക്രഡേഷൻ ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രത്യേകതകളുണ്ട്. ഒബ്വിയസ്ലി പ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കോളേജ് ആകുമ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ പ്ലേസ്മെന്റ് അടിപൊളിയായിരിക്കും, അവിടുത്തെ ഫാക്കൽറ്റീസ് അടിപൊളിയായിരിക്കും, അവിടുത്തെ അലൂമിനി സപ്പോർട്ട് നല്ലതായിരിക്കും. കാരണം ടോപ്പ് കോളേജ് ആണ് ഒബ്വിയസ്ലി. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് ആ കോളേജുകൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് കൊല്ലം TKMന്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇത് തന്നെയാണെന്നല്ല. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്ട്രോങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ച് ഇറങ്ങുന്ന കോളേജുകളിലൊന്നാണ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്. ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എത്തുമ്പോഴത്തേക്ക് കേരളത്തിൽ ഏറ്റവും നല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജുകളിലൊന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. നല്ല പ്ലേസ്മെന്റ് സപ്പോർട്ടും നല്ല അലൂമിനിയുടെ സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു കോളേജാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സജഷനുകളൊക്കെ ഉണ്ട്. സോ ഓവറോൾ മുഴുവൻ കോഴ്സുകളൂടെ നോക്കിയാൽ മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, എല്ലാം കൂടെ നോക്കി വരുമ്പോഴത്തേക്കുള്ള ഒരു വെയിറ്റേജ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഞാൻ ഇവിടെ അത് കൊടുത്തിട്ട് തന്നെയുണ്ട്. ഞാൻ ഇതൊക്കെ വിളിച്ച് തിരക്കിയും കുറച്ച് റിസർച്ച് നടത്തി തന്നെയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. സ്ട്രോങ് പ്ലേസ്മെന്റ് റെക്കോർഡ്. ഈ കോളേജിന്റെ ആദ്യം ഞാൻ ഇട്ടേക്കുന്ന പോയിന്റ് അതാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, നിങ്ങൾക്ക് അറിയാം, കൊച്ചിയിലാണ്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു IT പ്രൊഫഷൻ, അല്ലെങ്കിൽ അതുപോലെ ഈ കോളേജിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ്. യെസ്, MEC ഹാസ് എ റോബോസ് പ്ലേസ്മെന്റ് ട്രാക്ക് റെക്കോർഡ് വിത്ത് ടോപ്പ് റിക്രൂട്ടേഴ്സ് സച്ച് ആസ് ആമസോൺ പോലത്തെ അങ്ങനെ വലിയ കമ്പനികളൊക്കെ ഈ കോളേജിൽ എത്തുന്നുണ്ടെന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് തന്നെയാണ്, റിസർച്ച് നടത്തിയിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. MEC ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിസർച്ച് സെന്റർ ബൈ APJ Abdul Kalam Technology University KTU and offers Center of Excellence for the advanced learning and research field like artificial intelligence, machine learning, robotics. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇങ്ങനത്തെ കോഴ്സുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് പഠനങ്ങളൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അടുത്ത കോളേജ് MSc കോതമംഗലം, മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ നാട്ടുകാരൻ പഠിച്ച കോളേജാണിത്. കോതമംഗലം നമുക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് വളരെ അടുത്ത് വരുന്ന ഒരു കോളേജാണ്. കൊച്ചിയിൽ നിന്നൊന്നും നോക്കണ്ട, നിങ്ങൾ എവിടെ ആയാലും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്താണോ അല്ലയോ എന്നൊന്നും നോക്കരുത്. ബെസ്റ്റ് കോളേജ് ഓൾവേസ് അത് ചൂസ് ചെയ്യുക. നല്ല അടിപൊളി ക്യാമ്പസാണ്, നല്ല ക്യാമ്പസാണ്. അതുപോലെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജുകളിലൊന്നാണ് മെയ്സ് എന്നാണ് പറയാറ്, MSc കോളേജ്. ഇവിടെ ഞാൻ ഇതൊക്കെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഞാൻ അടുത്തത് മെയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാർട്ടൺ ഹിൽ കോളേജ്, ട്രിവാൻഡ്രത്തുള്ള ബാർട്ടൺ ഹില്ലിലുള്ള കോളേജ് ഒബ്വിയസ്ലി അടുത്ത പ്ലേസിൽ വരും. നെക്സ്റ്റ് പൊസിഷനിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT പാമ്പാടി.
സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അവിടുത്തെ പല കോഴ്സുകളും നല്ലതാണ്. അപ്പൊ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നത് RIT പാമ്പാടിയാണ്, അടുത്തൊരു വെയിറ്റേജ്. ആൻഡ് നെക്സ്റ്റ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, നല്ല കോളേജാണ്, ഗവൺമെന്റ് കോളേജ്, ഐ മീൻ എയ്ഡഡ് കോളേജ് ആണ്, NSSന്റെ അണ്ടറിലുള്ള ഒരു എയ്ഡഡ് കോളേജ് ആണ്, MAC ഒരു എയ്ഡഡ് കോളേജ് ആണ്. അപ്പൊ അത് ഓരോ കോളേജുകളും നിങ്ങൾ എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ ഗവൺമെന്റ് ആണോ എന്ന് നോക്കണ്ട. ഒബ്വിയസ്ലി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതിന്റെ ലെഗസി വേറെ തന്നെയാണ്. പക്ഷെ ഒരു റാങ്കിങ് വരുമ്പോഴത്തേക്ക് ഈ എയ്ഡഡ് കോളേജിനൊക്കെ ശേഷം അടുത്ത ഗവൺമെന്റ് കോളേജുകളും വരുന്നുണ്ട്. പക്ഷെ അത് നോക്കാൻ പാടില്ല. നിങ്ങൾ ഇതിനു മുമ്പത്തെ പ്രീവിയസ് കട്ട് ഓഫ്, റാങ്കിന്റെ കട്ട് ഓഫ്, അതേപോലെ എന്താ നോക്കേണ്ടത്, പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. അടുത്താണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ. ആൻഡ് നെക്സ്റ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാടുള്ള കോളേജാണ്. അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അത്യാവശ്യം നല്ല കോളേജുകളാണ് ഇത് മൂന്നും. വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസുകളാണ്. പിന്നെ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ നിങ്ങൾ പോയി കാണണം. ഒരു സാധാരണ, അതായത് ഈ ഗവൺമെന്റ് കോഴിക്കോട് ആയിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ, ഇതൊക്കെ സാധാരണ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അതിന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇതിന് പകരം ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇപ്പൊ നിങ്ങൾ പോയാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജഗിരിയിലേക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ക്യാമ്പസ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല കോളേജുകളാണ്, നല്ല ക്യാമ്പസുകളാണ്, പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലെഗസി, ഒരു സുഖം, ഒരു ഫീൽ, അത് വേറെയാണ്. അത് ആ കോളേജിന്റെ ക്യാമ്പസിൽ ചെന്ന് അനുഭവിക്കേണ്ടതാണ്. എൻ്റെ ട്വിൻ ബ്രദർ പഠിച്ച കോളേജാണ് ഈ കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. സോ എനിക്ക് ഈ കോളേജിനെ, ഞാൻ ആ കോളേജിലൊക്കെ പോയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോളേജുകളിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ടെക് ഫെസ്റ്റുകളായിട്ടും അല്ലാതെയൊക്കെ പോയിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്ത് കൊടുക്കാവുന്ന ഒരു വെയിറ്റേജ് ഇങ്ങനെയാണ്. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ് SCT, അറിയാം, ശ്രീ ചിത്തിര തിരുനാൾ കോളേജ്, ഒബ്വിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള, ട്രിവാൻഡ്രത്താണ്. പിന്നെ അതുപോലെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, RSET എന്ന് പറയുന്നു, എറണാകുളത്തുള്ള കോളേജ്. അതേപോലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിലുള്ള SOE സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ക്യാമ്പസ്. സോ പ്രധാനമായിട്ടും ഇത്രയും കോളേജുകളാണ് നമുക്ക് ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ, നിങ്ങളുടെ അഡ്മിഷനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ലിസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കോളേജുകളാണ്. ഒബ്വിയസ്ലി ഇതല്ലാതെ ഒരുപാട് നല്ല കോളേജുകൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ കുറെ കോളേജുകൾ ഇന്നുണ്ട് നമ്മുടെ നാട്ടിൽ. മോസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ഈ കോളേജുകൾക്ക് കൊടുക്കുക. കാരണം ഈ കോളേജുകളിൽ പഠിച്ചാൽ ഒരു പ്ലേസ്മെന്റോട് കൂടി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയും ഫൈനൽ ഇയർ എത്തുമ്പോഴത്തേക്ക് സപ്ലികളൊന്നും ഇല്ല എങ്കിൽ ഒരു പ്ലേസ്മെന്റോട് കൂടി വളരെ ഈസി ആയിട്ട് അടിപൊളി ഒരു കരിയറുമായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റും. ചില കോളേജുകളിലൊക്കെ, എല്ലാ കോളേജിലും അല്ല, ഒരു IIT കിട്ടുന്ന പാക്കേജിലും കൂടുതൽ പാക്കേജ് വാങ്ങിയ സ്റ്റുഡൻസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 36 lakhs per annum ഒരു IIT ആവറേജ് ഇപ്പൊ കിട്ടുന്നത് 10 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെയൊക്കെ ആവറേജ് 20 lakhs ഒക്കെയാണ് ആനുവൽ പാക്കേജ് കിട്ടുന്നത്. എന്നാൽ 36 lakhs കേരളത്തിലെ കോളേജിൽ നിന്ന് കിട്ടിയതുകൊണ്ട് മേ ബി അത് അത്ര ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു മനുഷ്യൻ, ഒരു കുട്ടിയായിരിക്കണം, അതുകൊണ്ടാണ് അവൻ അത്രയും കിട്ടുന്നത്. എന്നാലും ആവറേജ് സാലറി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു 6.5 lakhs to 10 lakhs ഇൻ ബിറ്റ്വീൻ പല കമ്പനികളും ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാർട്ടറിനെ സംബന്ധിച്ച് അല്ലെ, ഒരു 22-ാമത്തെ വയസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 6 lakhs to 10 lakhs സാലറി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് അടിപൊളി സാലറിയാണ്. അപ്പൊ ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു കോളേജിന്റെ ഒരു വെയിറ്റേജും ഐഡിയയും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാഞ്ച്, ഒരു സ്പെസിഫിക് ബ്രാഞ്ച് പഠിക്കുമ്പോൾ ഏത് കോളേജ് ഓപ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളേജിലെ ഇന്ന ബ്രാഞ്ചിനാണോ പ്രയോറിറ്റി കൂടുതൽ, അതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാമെന്നാണ്, ഉറപ്പായിട്ടും ചെയ്യും. നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഓരോ കോളേജിലെയും ഓരോ ബ്രാഞ്ച് എടുക്കണമെങ്കിൽ വേണ്ട അപ്രോക്സിമേറ്റ് കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ ഒരു ലാസ്റ്റ് റാങ്ക് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി കൂടുതൽ അറിവുകൾ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഡയറക്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്.